ഷോർട്സും തോണ്ടിക്കൊണ്ടിരുന്ന യൂട്യൂബില് വീഡിയോ ഒന്നും കണ്ടന്റ് കിട്ടുള്ള മുന്നേ പക്ഷെ കണ്ടന്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് ഒന്നുമില്ല. കണ്ടന്റ് ക്ഷാമം ഉണ്ടല്ലേ? യെസ്, കണ്ടന്റ് ഇല്ല. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഈ റിയാക്ടിങ് വീഡിയോസ് ബുദ്ധിമാൻ പിന്നെ നീ എന്താ എന്റെ ഡ്രസ് ഇട്ട് ഇങ്ങനെ നടന്നത് വെച്ച് ഓഫറിന് കിട്ടിയായില്ലേ? അപ്പൊ നിങ്ങൾ ആ ഇൻട്രോ ഒന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ കുറെ നാള് കണ്ടിട്ടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു റിയാക്ടിങ് വീഡിയോ, നമ്മളിന്നൊരു എന്താ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ഫെയിൽസ്, അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് കുറെ ദുരന്തങ്ങൾ കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ ഫസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്യുമ്പോ oh my god, നിങ്ങളൊന്ന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെ ഓടിക്കുന്നത്? അല്ല, ഉള്ളിലാരും ഉണ്ടോ? ആരെങ്കിലും അതിന്റെ അടിയിലുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് അയാൾ അരഞ്ഞു പോയിക്കാണും കേസ്. ഞാനീ ബോംബിട്ടായിരുന്നു കേസ്, അല്ലാതെ ഈ വീഴൂല. എന്റെ ഐക്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഐക്യം കേസ്. ആൾക്ക് കൈക്കടിക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവട്ടെ. അയാൾ തന്നെ പറഞ്ഞു ഓ മൈ ഗോഡ്. ഓ, അത്ര എക്സ്പെൻസീവ് അല്ല, കുഴപ്പമില്ല. ചേട്ടാ അതെങ്ങനെയാണ്? സൂപ്പർ കാർ അല്ലേ ഗൈസ്? പോയിന്റെ പീസ് മാറ്റണമെങ്കിൽ തന്നെ ഒരു 10K മേളിൽ വരും. ചിരിക്കുന്നു. ഈ ഫയർഫോഴ്സിന്റെ വണ്ടീനെ അടയ്ക്കാൻ വേണ്ടി അടുത്ത ഫയർഫോഴ്സിന്റെ വണ്ടി വരേണ്ടി വരും. ബ്രോ, ഒരു ഫ്ലൈറ്റ് ഇല്ലേ ഗൈസ് കത്തുന്നു? നമ്മളെ കാര്യം ജോലിക്കെടുത്ത് അയാൾ ചത്ത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും പറയില്ല. ഭയങ്കര എക്സ്പെൻസീവ് ഫെയിൽസ് ആണ് കേസ്. അതുകൊണ്ടല്ലേ ഞാൻ റിയാക്ട് ചെയ്യണം. യെസ്, കറണ്ട് പോയി ഗൈസ്. ഇപ്പം ആണ് ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയ. ആരോ ബോട്ടിനെ ഇടിച്ചെന്നാണ് പറഞ്ഞ, മനസ്സിലായില്ലേ? ബോട്ട് എങ്ങനെ വാട്ടറിൽ ലോഞ്ച് ചെയ്യണ്ടെന്ന് അയാൾക്ക് അറിയില്ല. ആർക്കും അത് പൊട്ടിച്ചവൻ.
അയ്യോ നോ ഒരു പാലം ഇതേ ബ്രോഗ്ല എപ്പോഴും അവന്റെ അച്ഛനായിരുന്നു അവന് വഴക്ക് പറഞ്ഞോണ്ടെന്ന് ഇത് അവന്റെ അച്ഛനെ അവന് വഴക്ക് പറയാം. It's very expensive. What's your? ഇവനല്ലാതെ ഏതെങ്കിലും ആള് കാറ് വെള്ളത്തിൽ കൊണ്ടിടും. ഐ മീൻ ഐസില്. പൊട്ടമ്പേസ് അത് പൊട്ടിച്ച ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയതുകൊണ്ട് വേറിട്ടൊരു കാര്യമില്ല. ബോട്ട് പോയി. ഏതാണ് ചേടാ സൂപ്പർ. ഇത്രയും നല്ല പൊട്ടാൻ എതിരെ കണ്ടിട്ടില്ല ഗേസ്. ആരെങ്കിൽ ആ സാധനത്തിന്റെ മണ്ടേ കൊണ്ടു കയറ്റു. $50 എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ താഴെ ഞാൻ കണ്ടില്ല ഗേസ്. നോടിയില്ലാത്ത ഈ സി വീഡിയോ നോടിയില്ല. ഓക്കെ ഈ വീഡിയോ നോടിയോ. He's fired from his job. ഇവൻ ഇതിനെന്താ പറ്റിയ ഉണ്ടല്ലോ ജസ്റ്റ് താഴെയാണല്ലോ. മതി മറ്റേ ഫെൻസ് പൊളിച്ചാണ് അപ്പുറത്ത്. ട്രാക്ടറാണോ ഇത്? ക്രഞ്ചി. എനിക്കാണെങ്കിൽ കാറൊക്കെ പോണ ഭയങ്കര സങ്കടം. മൈക്കിൾ ജാക്സൺ ആവാൻ തോന്നുട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാനൊന്നും കണ്ടില്ല. എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ വേട്ടെ. അവനും പറ്റിയില്ലല്ലോ. പിന്നെന്താ? ഓ എന്തോ ഐസ് താഴെ. അത് എക്സ്പെൻസീവ് ആയിരിക്കും. This is very expensive. The expensive അല്ല. This is garbage. ഒന്നും ചെയ്തില്ല. കിളിക്കൂടെ എന്തോ. ശരി ഒരു കിളി ഉണ്ടെങ്കിൽ ചത്തു വരുമ്പാവും. കണ്ടറിഞ്ഞൂടെ എന്നെ ചത്തിരിക്കുന്നു. No. കാറുപോയി. അയ്യോ കാറുപോയി. മൊത്തം കൂടുതൽ കാറാണ് ഗൈസ്. എന്തിനാ കണ്ടേ?
മൊബൈൽ മൊബൈൽ It actually jumped over the bushel. എന്തോ Oh, what's that? What? And straight over. ഏ Yeah, straight across. That's epic. ഫുള്ള് കാറ്. ഓ വിൻഡ് മിൽ തീ പിടിച്ച് പൊട്ടിത്തെറിച്ച് നാട്ടുകാർ മൊത്തം പോയി. വാവ്. കോപ്പിറൈറ്റ്. ഓ വേണമെങ്കിൽ ചിരിക്കണേ കരയാണോ? Oh, I'm gonna pump on the ground and everything. അയാളായോണ്ട് അയാളല്ലാത്തോണ്ടാണ് അയാൾ അയാളാണെങ്കിൽ അത് കരഞ്ഞു വീഴേനെ. Gnarly, dude. Oh, oh my god. This is great. Look at him. പൊട്ടിക്കാം എനിക്കറിയാം. ടി വി അടിച്ചു പോയി. ഉഫ്, ആ ടി വി great. Oh man, I went. Hey, I'm over. Here's your koozie. Hey. ഇതെന്തായിരിക്കും? എക്സ്പെൻസീവ് ഫെയിൽ അല്ല, എക്സ്പെൻസീവ് ഡെത്ത് ആണ്. ഓ ഞാൻ പറയട്ടെ, അത് താഴെയില്ല. That guy is dead. Oh no. Oh no. ചുമ്മാ ഇരുന്നാ പോരെ. എന്തിപ്പോ താഴെ വീണ്? ഞാൻ കണ്ടില്ല. എന്താ താഴെ വീണെന്ന് കണ്ടില്ല. തോന്നാവട്ടെ. ഗ്ലാസ് താഴെ വീണു. വാവ്, വണ്ടർഫുൾ. ബോട്ട് അത്ര എക്സ്പെൻസീവ് അല്ല. 2 സാധനം എടുത്ത് തിരിച്ചു വെച്ചാ പോലെ. My God. Sorry. Oh shoot. എവിടെയും കൊണ്ടിട്ട് ശരിയുള്ളൂ. ഇതാണ് എപ്പോഴും സേഫ്റ്റിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഓ, അത് അമ്മയാണോ? കണ്ടില്ല. തല പോയി. അയ്യോ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതേപോലെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. ഓണല്ലേ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. നമ്മൾ ഇതേപോലത്തെ ഈ എക്സ്പെൻസീവ് ഫെയിൽസ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറെ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇത് സ്കൂൾ തുറക്കുമ്പോൾ. അപ്പൊ എപ്പോഴത്തെക്കാളും തന്നെ കുറച്ച് വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഗൈസ്. അപ്പൊ നമുക്ക് വേറൊരു അടിച്ചുപൊളി വീഡിയോ ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാം. ഞാൻ എപ്പോഴും കൊല്ലത്തിലാണ് വരാറുള്ളത്. അതുകൊണ്ട് വേറൊരു അടിച്ചുപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം ബൈ.